വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നിങ്ങളൊക്കെ കാത്തിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. കാരണം ഇനി ഇതാ അടുത്തടുത്ത് വന്നു. ഇനി 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം ആയി. അത് കഴിഞ്ഞാൽ മെയിൻ എക്സാം, അതുപോലെ തന്നെ ബോർഡ് എക്സാം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. സോ ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ പഠിച്ച് തീർന്ന ചാപ്റ്റർ വീണ്ടും റിവൈസ് ചെയ്യാനുള്ള സമയം ശരിക്കും നമുക്കുള്ളൂ. കാരണം എല്ലാവരും ചിന്തിക്കുന്ന പോലെ NCERT ആദ്യം അരച്ച് കളിക്ക് പഠിക്കാന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഇതുപോലത്തെ ടോപ്പ് സീരീസ് വീഡിയോസുമായിട്ട് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മൾ ഓൾറെഡി ലൈവിൽ എല്ലാ കോൺസെപ്റ്റും പഠിച്ചു കഴിഞ്ഞതാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് എല്ലാ മക്കളും എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ ഒരു വീഡിയോയിലൂടെ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Filling the blanks with indicators given below. Competition, parasitism, mycorrhiza, sparrow eating seed. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? നമ്മുടെ പോപ്പുലേഷൻ ഇന്ററാക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലിവിടെ നോക്കിക്കേ, ഓരോ ഇന്ററാക്ഷനും അതിൻ്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. നെയിം ഓഫ് ഇന്ററാക്ഷൻ തന്നിട്ടുണ്ട്, മ്യൂച്വലിസം ആണ്. അപ്പോൾ മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ അവിടെ എക്സാമ്പിൾ ഏത് നമുക്ക് എഴുതാം? ലൈക്കൺ എഴുതാം, മൈക്കോറൈസ എഴുതാം, ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. സോ മൈക്കോറൈസ അല്ലെങ്കിൽ ലൈക്കൻ ഏത് വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി അബിങ്ടൺ ടോർട്ടോയ്സ് ആൻഡ് ഗോട്ട് തന്നിട്ടുണ്ട്. അബിങ്ടൺ ടോർട്ടോയ്സും ഗോട്ടും തമ്മിൽ എന്തായിരുന്നു? യെസ്, അവർ ഫുഡിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ആയിരുന്നു നടത്തിയത് അല്ലേ? സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് കോമ്പറ്റീഷൻ ആയിരുന്നു അവർ തമ്മിൽ നടത്തിയിരുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കെസ്ക്യൂട്ട ഓൺ ദി ഹെഡ്ജ് പ്ലാൻ. കെസ്ക്യൂട്ട ഓൺ ഹെഡ്ജ് പ്ലാൻ നമ്മൾ എക്ടോ പാരസൈറ്റ് എക്സാമ്പിൾ പഠിച്ചതാണ്. സോ ഇവിടെ പറയുന്നത് ഏതാണ്? പാരസൈറ്റിസം ആണ്. പാരസൈറ്റിസം ആണ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രിഡേഷനിൽ നമുക്കൊരു എക്സാമ്പിൾ എഴുതാനാണ്. ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതാം. നമുക്ക് ടൈഗർ ഈറ്റിംഗ് അല്ലെങ്കിൽ ടൈഗർ ചേസിങ് ദി ഡീർ നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ സ്പാരോ ഈറ്റിംഗ് സീഡ് നിങ്ങൾക്ക് എഴുതാം. സ്പാരോ ഈറ്റിംഗ് സീഡും അതിനൊരു എക്സാമ്പിളാണ്. കാരണം അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ഒരു സ്പാരോ അതിൻ്റെ സീഡ് തിന്നുന്നു എന്താണ്? നമുക്ക് പ്രഡേഷൻ എന്ന രീതിയിൽ പറയാവുന്നതാണ്. കാരണം ഒരു ഫുഡ് ചെയിനിൽ വരുന്ന ഒരു ഭാഗം നമ്മൾ പറയുന്നതാണ്. സോ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾസ് അടക്കം പഠിച്ചു വെക്കണം. നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസ് എല്ലാവരും പഠിച്ചു വെക്കാൻ നോക്കാം കേട്ടോ. ഇനി ആൻസേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഇക്വേഷൻ dn/dt = Rn × k - n/k. അവിടെ k വന്നാൽ നിങ്ങൾ ഓർത്തോളൂ അത് ഏത് ഇക്വേഷൻ ആണ്, ഏത് ഗ്രോത്ത് ആണെന്ന് ഓർമ്മ വന്നോളൂല്ലോ അല്ലേ? സോ വിച്ച് ടൈപ്പ് ഓഫ് ഗ്രോത്ത് കർവ് ഡസ് ഇറ്റ് റെപ്രസെന്റ്? ഇവിടെ തന്നിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഗ്രോത്ത് കർവ് ആണെന്നാണ്. dn/dt = Rn × k - n/k. k എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ക്യാരിയിങ് കപ്പാസിറ്റി വന്നു. സോ നമുക്കിവിടെ പറയാം ഇത് ഏത് ടൈപ്പ് ഓഫ് കർവ് ആണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ ഇക്വേഷൻ ആണ് dn/dt = Rn × k - n/k. ഇനി നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? n എന്താണ്, r എന്താണ്, k എന്താണെന്ന് എഴുതണം. സോ n എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. n എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ r എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്. ഓക്കെ. ഇനി k എന്ന് പറയുന്നതോ നമ്മൾ പറഞ്ഞു ലോജിസ്റ്റിക് ഗ്രോത്തിൽ നമ്മൾ പഠിച്ചതാണ്. k എന്ന് പറയുന്നത് എന്താണെന്ന്? ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. ഇറ്റ് ഈസ് ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, ക്യാരിയിങ് കപ്പാസിറ്റി പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോപ്പുലേഷൻ ഗ്രോത്ത് മേ ബി എക്സ്പൊണൻഷ്യൽ ഓർ ലോജിസ്റ്റിക് അല്ലെ? ഗ്രോത്ത് കർവ് 2 ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം ആണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ക്വസ്റ്റ്യൻ നോക്കാം? ലോജിസ്റ്റിക് ഗ്രോത്തും എക്സ്പൊണൻഷ്യൽ ഗ്രോത്തുമാണ് നമുക്കുള്ളത്. അതിൽ നോക്കാം, ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്ലോസ് ഓർ സ്റ്റോപ്സ് ഫോളോയിങ് എ പീരീഡ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്.
ലോജിസ്റ്റിക് ഗ്രോത്ത് പോലെയല്ല, ഇത് വളരെ സ്ലോ ആയിട്ടും വളരെ എന്താണ് ഒരു പീരീഡ് ഓഫ് ചേഞ്ചസ് നമുക്ക് ലോജിസ്റ്റിക് ഗ്രോത്തിൽ കാണാം. എന്നാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം ദിസ് ഒക്വർ വെൻ എ പോപ്പുലേഷൻ ഗ്രോസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനെയാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? ആൻഡ് ആസ് റിസോഴ്സസ് ബിക്കം ലെസ് അവൈലബിൾ, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ സ്ലോസ് ഓർ സ്റ്റോപ്പ്. ലോജിസ്റ്റിക് ഗ്രോത്തിൽ നമ്മൾ കാണുന്നതാണ് അവർക്ക് കിട്ടുന്ന റിസോഴ്സസ് കുറഞ്ഞു വരുമ്പം ഗ്രോത്ത് ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അത് സ്റ്റോപ്പ് ആവാൻ തുടങ്ങും, ഒരു സ്റ്റേബിൾ ഫേസിലേക്ക് എത്താൻ തുടങ്ങും. എന്നാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൽ അങ്ങനെയാണോ? അല്ല. അവിടെ അൺലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അണ്ടർ ഐഡിയൽ കണ്ടീഷൻ വിത്ത് അൺലിമിറ്റഡ് റിസോഴ്സസ് പോപ്പുലേഷൻ വിൽ ഗ്രോ എക്സ്പോണൻഷ്യലി ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഗ്രോത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ദിസ് യൂഷ്വലി അപ്പിയേഴ്സ് ആസ് എ എസ് ഷേപ്ഡ് കർവ്. ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ്? എച്ച് ഷേപ്ഡ് കർവ് ആണ്, സിഗ്മോയിഡ് കർവ് ആണ് നമ്മൾ കാണുന്നത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലോ നമ്മൾ കാണുന്നത് ജെ ഷേപ്ഡ് കർവ് ആണ്. കാരണം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, അതാണ് ജെ ഷേപ്ഡ് കർവ് എന്ന് പറയുന്നത്. സോ ദിസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക് ഗ്രോത്ത് ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. മാർക്ക് തന്ന് അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് വേണം ഡിഫറൻസസ് എഴുതാൻ കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിളും അതുപോലെ തന്നെ ഇങ്ങനെ ഗ്രാഫും എന്തായാലും ഡിഫറൻസസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കലാണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ലോജിക്കൽ അല്ല. ഇറ്റ് ഈസ് നോട്ട് ലോജിക്കൽ. അത് നമ്മൾ പറയുമ്പം ഐഡിയൽ കണ്ടീഷനിൽ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ് ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. അതും കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. Given below are examples of some ecological population interaction. Place them under suitable columns given below. നോക്കാം. നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, പാരസൈറ്റിസം ഉണ്ട്, മ്യൂച്വലിസം ഉണ്ട്. എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. ഓരോന്നിനെ പെറുക്കി ഓരോ ടേബിളിലേക്ക് ഇട്ടാൽ മതി. സിമ്പിൾ, നമുക്ക് ഇടാം. ഓരോന്നിനും പെറുക്കി ഓരോ ടേബിളിലേക്ക് ഇടാം. അപ്പിംഗ്ടൺ ടോർട്ടോയ്സ് ആൻഡ് ഗോട്ട് നമ്മൾ പറഞ്ഞു, അതെന്താണ്? കോമ്പറ്റീഷൻ ആണ്. കസ്ക്യൂട്ട് ആൻഡ് ഹോസ്റ്റ് ട്രീ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്, അതെന്താണ്? പാരസൈറ്റിസം ആണ്. ഫിഗ് ട്രീ ആൻഡ് വാസ്പ് രണ്ടുപേർക്കും ഗുണമാണുള്ളത്. സോ ദാറ്റ് ഈസ് മ്യൂച്വലിസം. ആൽഗെ ആൻഡ് ഫംഗൈ ഇൻ ലൈക്കൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് മ്യൂച്വലിസം. ബലാനസ് ആൻഡ് കെത്തമലസ് ബെർനാക്കൽസ്. ബലാനസും കെത്തമലസ് ബെർനാക്കൽസും തമ്മിൽ എന്തോ ഒന്ന് നടത്തുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? അവർ തമ്മിൽ കോമ്പറ്റീഷൻ നടത്തുന്നതാണ്. ആൻഡ് ലൈസ് ഓൺ ഹ്യൂമൻ, തലയിൽ പേന എന്തിനാണ്? ഇറ്റ് ഈസ് പാരസൈറ്റിസം. സോ ഇതുപോലെ നമുക്ക് ടേബിൾ ആക്കി വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. മിസ് ഈ കാണിച്ചിരിക്കുന്ന ടേബിൾ പോലെ എഴുതണം. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഓരോന്ന് ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് ആ ടേബിളിലേക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ. സോ കോമ്പറ്റീഷൻ, പാരസൈറ്റിസം, മ്യൂച്വലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A population has certain attributes that an individual organism does not. What are they? പോപ്പുലേഷനിലെ ആട്രിബ്യൂട്ട്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. പോപ്പുലേഷനിലെ ആട്രിബ്യൂട്ട്സുകൾ ഏതൊക്കെയാണ് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ബർത്ത് റേറ്റ്, അല്ലേ? ബർത്ത് റേറ്റ് പോപ്പുലേഷന്റെ റേറ്റിനെ ബാധിക്കുന്ന ഒരു ആട്രിബ്യൂട്ട്, എത്രത്തോളം അവിടെ ജനനം നടക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേതാണ് ഡെത്ത് റേറ്റ്, എത്രത്തോളം മരണം നടക്കുന്നു എന്നുള്ളത്. മൂന്നാമത്തേത് സെക്സ് റേഷ്യോ. സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ഫീമെയിൽസിന് എത്ര മെയിൽസ്, മെയിൽ ടു ഫീമെയിൽ റേഷ്യോ, അതാണ് നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സോ സെക്സ് റേഷ്യോ എന്ന് പറയുന്നതും അവിടെ മെയിൻ ഒരു ആട്രിബ്യൂട്ടാണ്. നാലാമത്തേതാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഏജ് പിരമിഡ് ഒക്കെ പഠിച്ചതാണ്. ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ അവിടെ കുഞ്ഞുവാവകളുണ്ട്, ഒരു 4-5 വയസ്സുള്ള ഒരു ശൈശവത്തിലുള്ള കുട്ടികളുണ്ട്. പിന്നെ നോക്കുമ്പോൾ എന്താണ്? ടീനേജുള്ളവരുണ്ട്, അഡൾട്ടിലുള്ളവരുണ്ട്, അതുപോലെ ഓൾഡ് ഏജ് ഉള്ളവരുണ്ട്, അല്ലേ? സോ ഇങ്ങനെ നമ്മൾ പോകുമ്പം പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ളവരുണ്ട്, റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ളവരുണ്ട്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ളവരുണ്ട്. സോ അവരുടെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആ പോപ്പുലേഷനെ മാറ്റിമറിക്കുന്നതാണ്, ഗ്രോത്തിനെ മാറ്റുന്ന ഒരു മേജർ ആട്രിബ്യൂട്ട് ആണ്. സോ ദീസ് ആർ ദി മേജർ ആട്രിബ്യൂട്ട്. പോപ്പുലേഷൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കണം, ചോദിക്കാനുള്ളതാണ് 2 മാർക്കിന്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് നേറ്റാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി. റൈറ്റ് ദ ആൽഫബറ്റ്സ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് നേറ്റാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി. നമുക്ക് നോക്കാം. നേറ്റാലിറ്റി എന്താണ്, അതുപോലെ തന്നെ മോർട്ടാലിറ്റി എന്താണ്. നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ബർത്ത് ആണ്, അല്ലേ? ഒരു പോപ്പുലേഷനിലേക്ക് എത്ര ഇൻഡിവിജ്വൽസ് അവിടെ ജനിച്ച് ഉണ്ടായി എന്നുള്ളതാണ് നേറ്റാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോർട്ടാലിറ്റിയോ പെർ ക്യാപിറ്റ ഡെത്ത് ആണ്, അല്ലേ? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെത്ത് റേറ്റും നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റുമാണ് ഉദ്ദേശിക്കുന്നത്.
എത്ര കുട്ടികൾ അവിടെ മരിച്ചു, അല്ലെങ്കിൽ എത്ര കുട്ടികൾ എന്നല്ല, എത്ര പേര് അവിടെ മരിച്ചു, അതാണ് മോർട്ടാലിറ്റി. എത്ര കുഞ്ഞ് പുതിയത് ജനനമുണ്ടായി, അതാണ് ദ നേറ്റാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആൽഫബറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നേറ്റാലിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബി വെച്ചിട്ടും, ബി ബർത്ത് റേറ്റും, മോർട്ടാലിറ്റിനെ നമ്മൾ ഡി വെച്ചിട്ട് ഡെത്ത് റേറ്റ് വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ലെറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇതാ, നമുക്ക് രണ്ട് തരത്തില് ഗ്രാഫിന് തന്നെ വന്നിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. രണ്ടും നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് എ ആൻഡ് ബി. ഐഡന്റിഫൈ ദ പോപ്പുലേഷൻ ഗ്രോത്ത്. ഇവിടെ ഒരെണ്ണം തന്നിട്ടുള്ളൂ, ഇവിടെ ഒന്ന് തന്നിട്ടുള്ളൂ എന്നേ ഉള്ളൂ. ഇവിടെ ഏതാണ്? എ എന്ന് പറയുന്നത് ജെ ഷേപ്ഡ് കർവ് ആണ്. അത് നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ്. ഇനി ബി എന്ന് പറയുന്നത് ഏതാണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാം എ എന്ന് പറയുന്നത് ഏതാണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഒന്നിച്ച് പറയുന്നത് കേട്ടോ. ഇനി ബി നോക്കാം. വാട്ട് ഡു ആർ ആൻഡ് കെ സ്റ്റാൻഡ് ഫോർ ഇൻ ദി ഇക്വേഷൻ? വാട്ട് ഡു ആർ ആൻഡ് കെ? എന്താണ് ആർ, എന്താണ് കെ? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ആർ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്. കെ എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റിയുമാണ്. പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ഇതേ ഗ്രാഫുകൾ റെപ്രസെൻറ്റേഷനിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സോ ഈ ടേംസ് മറന്നു പോകരുത്. ഡി എൻ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് ആണ് പറയുന്നത്. ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്. എൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. കെ മൈനസ് എൻ ബൈ കെയിൽ കെ ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കിക്കേ, ഇക്വേഷൻ ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ഗിവൺ ബിലോ. പോപ്പുലേഷൻ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എൻ ടി പ്ലസ് 1 ഈസ് ഈക്വൽ ടു എൻ ടി പ്ലസ് ബി പ്ലസ് ഐ മൈനസ് ടി പ്ലസ് എ. വാട്ട് ഡു ഡി ആൻഡ് ഇ സ്റ്റാൻഡ്സ് ഫോർ? ഡി എന്ന് പറയുന്നത് എന്താ മക്കളെ? ഡി എന്ന് പറയുന്നത് ഡെത്ത് റേറ്റ് ആണ്. ഡി എന്ന് പറയുന്നത് ഡെത്ത് റേറ്റ് ആണ്. ഇ എന്ന് പറയുന്നതോ എമിഗ്രേഷൻ ആണ്. ഇ എന്ന് പറയുന്നത് എമിഗ്രേഷൻ ആണ്. ആൻഡ് റൈറ്റ് ടു ഫാക്ടേഴ്സ് വിച്ച് ഇൻക്രീസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇൻക്രീസ് ചെയ്യുന്നത് ഏതാ? രണ്ടെണ്ണം നമ്മൾ പഠിച്ചതാണ്. നേറ്റാലിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ്? ഇമിഗ്രേഷനും ഉണ്ട്. നേറ്റാലിറ്റി ഉണ്ട്, ഇമിഗ്രേഷൻ ആണ് പോപ്പുലേഷൻ സൈസിനെ കൂട്ടുന്നത്. ഡെത്ത് റേറ്റും എമിഗ്രേഷൻ പോപ്പുലേഷൻ സൈസിനെ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. സോ ആഡ് ഓൺ ചെയ്യുന്നത് ഏത്, കുറയ്ക്കുന്നത് ഏത് എന്നും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അടുത്ത നോക്കിക്കേ, സ്റ്റഡി ദ സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒരു സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ എ ഇൻ ഇറ്റ്. എ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈൻ. ആദ്യം നിങ്ങൾ സൈൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കൂട്ടുന്ന ഒരു സൈൻ ആണുള്ളത്. സോ എ എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് പറയാം, ഇറ്റ് ഈസ് നേറ്റാലിറ്റി. ഐഡന്റിഫൈ ഡി ഇൻ ഇറ്റ്, കുറയ്ക്കുന്നതാണ് അല്ലേ. ഇപ്പം ഇവിടെ നേറ്റാലിറ്റി ആണെങ്കിൽ ഇവിടെ മോർട്ടാലിറ്റി ആണ് വരിക. ഇവിടെ ഇമിഗ്രേഷൻ, ഇവിടെ കുറയ്ക്കുന്നതായതുകൊണ്ട് നമുക്ക് ഡി എന്ന് പറയാം, എമിഗ്രേഷൻ ആണെന്ന് പറയാം. ഇറ്റ് ഈസ് എമിഗ്രേഷൻ. സോ ഡി എന്ന് പറയുന്നത് എമിഗ്രേഷൻ ആണ്. ഡി എന്ന് പറയുന്നത് എമിഗ്രേഷൻ ആണ്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി സൈൻ തന്നിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇവിടെ പോസിറ്റീവ്, ഇവിടെ മൈനസ് ആണ്. പോസിറ്റീവ് ഒന്നിടത്ത് നേറ്റാലിറ്റി ആണെങ്കിൽ ഓപ്പോസിറ്റിൽ മോർട്ടാലിറ്റി മാത്രമേ വരൂ. ഇവിടെ പോസിറ്റീവ്, അത് ഇമിഗ്രേഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഏതാ വരിക? എമിഗ്രേഷൻ ആണ് വരിക. സോ ഓപ്പോസിറ്റ് ഏതാണ് കിടക്കുന്നത് നോക്കിയിട്ട് വേണം, ലോജിക്കായിട്ട് വേണം ആൻസർ പറയാൻ. ഇവിടെ ഇതാ വീണ്ടും തന്നിട്ടുണ്ട്. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്: നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, എമിഗ്രേഷൻ, ഇമിഗ്രേഷൻ. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേറ്റാലിറ്റി എന്താണ്, മോർട്ടാലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ എന്താണ്? ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡ് ഓൺ ടു എ ന്യൂ ഹാബിറ്റാറ്റ് ആണ്. പുതിയ ഹാബിറ്റാറ്റിലേക്ക് ഇൻഡിവിജ്വൽസ് ആഡ് ഓൺ ചെയ്യുന്നതിന് ഇമിഗ്രേഷൻ എന്നും, ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ദാറ്റ് ആർ ഗോൺ ഫ്രം ദ ഹാബിറ്റാറ്റ് ടു എ ന്യൂ ഹാബിറ്റാറ്റ്, നമ്മുടെ ഹാബിറ്റാറ്റിൽ നിന്ന് വേറൊരു ഹാബിറ്റാറ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ ഇമിഗ്രേഷൻ എന്ന് പറയും. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ പറയാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ എ പോപ്പുലേഷൻ. ഇൻട്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓർക്കിഡ് ഒഫൈറസും ബീസും. ഓർക്കിഡ് ഒഫൈറസും ബീസും നമ്മൾ പറഞ്ഞതാണ്. സ്യൂഡോ കോപ്പുലേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് മ്യൂച്വലിസം. മ്യൂച്വലിസം. കാറ്റിൽ ആൻഡ് കാറ്റിൽ എഗ്രിറ്റ് ചെയ്താണ് വരുന്നത്? കമൻസാലിസം ആണ്. കമൻസാലിസം. സി അനിമോണും ക്ലൗൺ ഫിഷും ഏതാണ്? അതും കമൻസാലിസം ആണ്. ടിക്സ് ആൻഡ് ഡോഗ്. ഡോഗ്സിൽ ടിക്സ് കാണുന്നത് പാരസൈറ്റിസം. പാരസൈറ്റിസം. കസ്ക്യൂട്ട് ഏതാണ്? അതും പാരസൈറ്റിസം ആണ്. ടൈഗർ ഡീർ പ്രിഡേഷൻ ആണ്. സോ എല്ലാത്തിൻ്റെയും ഇന്ററാക്ഷൻ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് വരുന്നതാട്ടോ.
ഇനി ഇതാ മറ്റൊരു ടൈപ്പ്, ടേബിൾ തന്നിട്ട് പോസിറ്റീവും നെഗറ്റീവും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇന്ററാക്ഷൻ ആൻഡ് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. പോസിറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം മ്യൂച്വലിസം ആണ്. നിങ്ങൾക്ക് ഹണി ബി ആൻഡ് ഫ്ലവർ അല്ലെങ്കിൽ ഒഫിയറസും എഴുതാം. ഹണി ബിയും ഒഫിയറസ് എഴുതാം, അല്ലെങ്കിൽ ലൈക്കനോ മൈക്രോറൈസോ എന്ത് വേണേലും എഴുതാം. പോസിറ്റീവും സീറോയും കമൻസാലിസം ആണ്. കമൻസാലിസം അത് നിങ്ങൾക്ക് ഏതെഴുതാം? എക്സാമ്പിൾ ഓർക്കിഡും മാംഗോ ട്രീ എഴുതാം. ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ കമൻസാലിസം ആണ്. പോസിറ്റീവും നെഗറ്റീവും പ്രിഡേഷനും എഴുതാം, പാരസൈറ്റിസും എഴുതാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിഡേഷൻ എഴുതാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ടൈഗർ ആൻഡ് ഡീർ എഴുതാം, പ്രിഡേഷൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ സിമ്പിൾസ് വെച്ചിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ഇങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ വരുന്ന കേട്ടോ, അതുകൊണ്ട് എന്തായാലും പഠിച്ചു വെക്കണം. അടുത്തത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതാ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ പോപ്പുലേഷൻ ഓഫ് 100 spotted deer was living without any carnivore in an enclosure of a few hectares of rich tropical forest land. Deer census was taken after a few years. Now study the graph given below and answer the question. ഇവിടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഏകദേശം 100 spotted deer, 100 പുള്ളിമാനുകളെ നമ്മളൊരു ഏരിയയിൽ കണ്ടു. അതായത് എന്താണ്? 5 hectares of rich tropical forest ആണ്. 5 ഏക്കറോളമുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റിലാണ് ഡീർ ഉള്ളത്. ആൻഡ് വാസ് ലിവിങ് വിത്തൗട്ട് എനി കാർണിവോർ. അവിടെ ഒരു കാർണിവോഴ്സും ഇല്ല. ഡീറിനെ കഴിക്കാൻ അവിടെ ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഡീറിന് കഴിക്കാൻ അവിടെ ഇഷ്ടം പോലെ പുല്ലുമുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നല്ലോണം ആലോചിച്ച് നോക്കുക. ഡീറിൻ്റെ സെൻസസ് കുറച്ച് കഴിഞ്ഞ് എടുത്തപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ കർവ് ദാറ്റ് റെപ്രസെന്റ് ഡീർ പോപ്പുലേഷൻ. ഡീറിനെ കഴിക്കാൻ അവിടെ ഒരു കാർണിവോറും ഇല്ല, ഡീറിന് നല്ലോണം പുല്ലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ആണ്? അൺലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഒരു തരത്തിലുള്ള നെഗറ്റീവ് ലിമിറ്റും ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഇതേതാണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ് കാണിക്കുന്നത്. അതായത് ഇതിലേതാണ്? എ ആണ്. എ കർവ് ആണ് ഇവിടുത്തെ ആൻസർ. ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്, ഈസ് ഇറ്റ് റിയലിസ്റ്റിക് വൺ ജസ്റ്റിഫൈ? ഇത് റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഇത് ലോജിക്കൽ കർവ് ആണോ എന്നാണ് ചോദ്യം. ആണോ മക്കളെ? അല്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റിയലിസ്റ്റിക് ആസ് റിസോഴ്സസ് ബിക്കം എ ലിമിറ്റിംഗ് സൂണർ ഓർ ലേറ്റർ. ഈ പുല്ല് തിന്ന് കാലങ്ങളോളം തീർന്നു കഴിഞ്ഞാൽ അവിടെ റിസോഴ്സസ് എന്തായി? ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും. സോ ഇതൊരു റിയലിസ്റ്റിക് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? സോ ഇവിടുത്തെ കർവ് എ ആണ്. ഇത് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദിസ് ഈസ് നോട്ട് എ റിയലിസ്റ്റിക് കർവ്. അടുത്തത് ഇതാ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട സെയിം ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് ഏതാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ആറും കെയും ഏതാണെന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് റിസോഴ്സ് പാർട്ടീഷനിങ്? ഗിവ് ആൻ എക്സാമ്പിൾ. നമ്മൾ റിസോഴ്സ് പാർട്ടീഷനിങ് വാബ്ലേഴ്സിന്റെ എക്സാമ്പിൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് എ മെക്കാനിസം ഇവോൾവ് ബൈ കോമ്പീറ്റിംഗ് സ്പീഷീസ്. കോമ്പറ്റീഷൻ നടത്തുന്ന സ്പീഷീസ് ആണ്, പക്ഷേ അവർ കോ എക്സിസ്റ്റൻസിന് വേണ്ടി വാട്ട് വിൽ ഡു? ദി അവോയ്ഡ് കോമ്പറ്റീഷൻ ബൈ ചേഞ്ചിങ് ദെയർ ഫീഡിംഗ് ടൈം, ഫോറേജിങ് പാറ്റേൺ ആൻഡ് അതർ ബിഹേവിയർ. അവരുടെ ഫീഡിംഗ് പാറ്റേണും ഫോറേജിങ് ബിഹേവിയർ അവർ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ റിസോഴ്സസെ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്നു. സോ 5 different species of warblers coexisted in a tree by changing their foraging pattern. അപ്പോൾ എക്സാമ്പിളും കൂടെ എഴുതി വെച്ചോളാം. വാബ്ലേഴ്സ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റിസോഴ്സ് പാർട്ടീഷനിങ്ങിന്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ദ സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എ എന്താണെന്ന് ഡി എന്താണെന്ന് എഴുതി. അതേപോലെ തന്നെ ഇവിടെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താ? ഒരു സി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. When the population density T is n shown the above, write the population density at T plus 1. നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. nt plus 1 is equal to nt plus b plus i minus b plus i minus d plus c. ഡെത്ത് റേറ്റും എമിഗ്രേഷനും കുറയ്ക്കുക. സോ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണേ. nt plus 1 is equal to b plus i minus d plus c. ഇക്വേഷന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. എക്സ്പ്ലെയിൻ ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഗോസസിന്റെ എക്സ്ക്ലൂസീവ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ പറഞ്ഞത് എന്താണ്? ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത് 2 closely related species competing for same resource. ഒരേ റിസോഴ്സസിന് വേണ്ടി 2 ആൾക്കാർ തമ്മിൽ അടി കൂടുവാണെങ്കിൽ അവിടെ സുപ്പീരിയർ വണ്ണേ അവിടെ നിലനിൽക്കുള്ളൂ. ദാറ്റ് ഈസ് റിസോഴ്സ് കനോട്ട് കോഎക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ്. ഇൻഫീരിയർ ആയിട്ടുള്ളത് എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്തു പോകുന്നു. അതിന് എക്സാമ്പിൾ ആണ് അബിങ്ടൺ ടോർട്ടിസും അതുപോലെ തന്നെ ഗോട്ടും ഗാലപ്പഗോസ് ഐലൻഡ് നമ്മൾ കാണുന്നത്. അപ്പോൾ കൂടുതൽ സുപ്പീരിയർ ആയിട്ടുള്ളത് എന്ത് ചെയ്യും? അവിടെ നിലനിൽക്കും. മറ്റേത് എന്ത് ചെയ്യും? അവിടെ നിന്ന് എലിമിനേറ്റ് ആയി പോകും. ദാറ്റ് ഈസ് ഗോസസ് എക്സ്ക്ലൂസീവ് പ്രിൻസിപ്പിൾ. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാരസൈറ്റിസം ആൻഡ് കോമ്പറ്റീഷൻ എക്സാമ്പിൾ അതും പറയാനാണ്. പാരസൈറ്റിസിന്റെ എക്സാമ്പിൾ പഠിച്ചോളാം. കസ്ക്യൂട്ട ലിവിംഗ് ഓൺ എ ഷൂ ഫ്ലവർ, കോമ്പറ്റീഷൻ ഫ്ലമിംഗോസ് ആൻഡ് ഫിഷസ് കോമ്പീറ്റിംഗ് ഫോർ എ സെയിം ഫുഡ്.
അപ്പം ഒന്ന് നമുക്കറിയാം പാരസൈറ്റിസം, വൺ ഈസ് പാരസൈറ്റ് ആൻഡ് അതർ ഈസ് ഹോസ്റ്റ്. കോമ്പറ്റീഷനിലോ ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ കോമ്പറ്റീഷൻ നടത്താം. ഒരേ സ്പീഷീസിൽ പെട്ടതോ അല്ലെങ്കിൽ വ്യത്യസ്ത സ്പീഷീസിലുള്ളവരോ തമ്മിൽ കോമ്പറ്റീഷൻ നടത്താം. ആൻഡ് പാരസൈറ്റിസം നമ്മൾ പറഞ്ഞു, ഒന്ന് ബെനിഫിറ്റഡ് ആണ്, മറ്റേത് എന്ത് ചെയ്യുന്നു, ഡാമേജ് ആണ്. പോസിറ്റീവും നെഗറ്റീവുമാണ് വരുന്നത്. കോമ്പറ്റീഷനിലോ രണ്ടും നെഗറ്റീവാണ്. കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയത് മാത്രമേ അവിടെ ബെനിഫിറ്റഡ് ആവുന്നുള്ളൂ. എക്സാമ്പിൾ ഓർത്ത് വെക്കുക. സോ പാരസൈറ്റിസും കോമ്പറ്റീഷനും എക്സാമ്പിൾസ് വെച്ച് തന്നെ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വൺ ക്വസ്റ്റ്യൻ ഫോർ യുവർ കമൻറ്റ് ബോക്സ്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോമ്പറ്റീഷന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഗോസസ് പ്രിൻസിപ്പിളിൽ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഏത് പറഞ്ഞു, റിസോഴ്സ് പാർട്ടീഷനിങ്ങിലും പറഞ്ഞിരുന്നു അല്ലേ. കോർണൽസ് ഫീൽഡ് എക്സ്പെരിമെന്റിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അതെന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയുള്ളത് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. See you soon in the next video. Bye bye മക്കളെ.